അതിന് ഇത്രയൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ കുറച്ച് ഹാഷ്ടാഗും കീവേഡും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SEO കഴിഞ്ഞല്ലോ, അതിന്റെ ആവശ്യകതയല്ലേ ഉള്ളൂ. അതിപ്പോ ഞങ്ങൾക്കാണെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ളൊരു കമന്റ്. അങ്ങനെയാണെങ്കിൽ പിന്നെ SEO എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റിന്റെ ആവശ്യമല്ല, ഒരു സീനിയർ അസോസിയേറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. സാർ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നേരത്തെ നമ്മൾ ഒരാളോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുകയാണ്, അക്ഷയ് എൻ്റെ അടുത്ത് പറയണത് നിങ്ങൾ അതിന് ഇത്രയൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ കുറച്ച് ഹാഷ്ടാഗും കീവേഡും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SEO കഴിഞ്ഞല്ലോ, അതിന്റെ ആവശ്യകതയല്ലേ ഉള്ളൂ. അതിപ്പോ ഞങ്ങൾക്കാണെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ളൊരു കമന്റ്. ആക്ച്വലി അങ്ങനെയാണോ? എന്താണ് സാറിന് അതിനൊരു മറുപടി? അങ്ങനെയാണെങ്കിൽ പിന്നെ SEO എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റിന്റെ ആവശ്യമല്ല, ഒരു സീനിയർ അസോസിയേറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. അതങ്ങനെയല്ല. അത് ഈ ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് കണ്ടന്റ് മേക്ക് ചെയ്യുന്ന കുറേ ആളുകളെങ്കിലും ഒക്കെ തന്നെ കുറേ തെറ്റിദ്ധാരണകൾ മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനി ഇങ്ങനെ ചെയ്താൽ മതി, ഇതിനങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൗഡ് യൂസ് ചെയ്താൽ ഇനി SEO ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ കുറേ ഒരു എന്താ പറയുക കറക്റ്റ് അല്ലാത്ത റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഗൂഗിൾ മാപ്പിൻ്റെ Q&A സെഷൻ ആക്ച്വലി റിമൂവ് ചെയ്തു, അതുകൊണ്ട് ഇനി അത് നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ് ആയിട്ടൊരു കണ്ടന്റ് ഒരാൾ ചെയ്തേക്കണം ഞാൻ കണ്ടു. ആക്ച്വലി Q&A സെഷൻ ഒഴിവായിട്ട് എനിക്ക് തോന്നുന്നു മോർ ദാൻ 1 ഇയർ എങ്ങാണ്ടായി അതൊരെടുത്ത് കളഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ് ആൾക്കാർ അത് കണ്ടന്റ് ആക്കി ചെയ്യുന്നത്. സോ അത് കേട്ടിട്ട് ചിലപ്പോൾ ഒരു കൺസ്യൂമർ വിചാരിക്കണം, ഞാൻ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. ഉടനെ അത് ക്വസ്റ്റൻ ആയിട്ട് വരുവാണ്. ആക്ച്വലി നമ്മളത് 1 ഇയർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതൊരു വലിയ കാര്യം അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് പറഞ്ഞിട്ടും ഉണ്ടാവണമെന്നില്ല ആക്ച്വലി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് ഈ സോ കോൾഡ് കണ്ടന്റ് മേക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരെ മാർക്കറ്റ് ചെയ്യുവാണ് ആക്ച്വലി. സോ ഇങ്ങനത്തെ ഒരു പാനിക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. ഇപ്പോൾ പാനിക്കായുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് കുറേ കൺസ്യൂമേഴ്സിനെ അവർ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ആക്ച്വലി. അതൊരു കറക്റ്റ് മെത്തേഡൊന്നും അല്ല ആക്ച്വലി. ഇപ്പോൾ SEO ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് SEO ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാഷ്ടാഗുകളും കുറച്ച് ടൈറ്റിലും കീവേഡും കൊടുത്താൽ മാത്രം കിട്ടുമോ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബിസിനസ് വേറെ ഗൂഗിളിൽ ഒരു കോമ്പറ്റീറ്ററും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ് ഒരു വെബ്സൈറ്റ് പ്രോപ്പർ കണ്ടന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലിസ്റ്റ് ആവും. ഒരു ആക്ടിവിറ്റിയും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വേർ ഇൻ യുവർ ബിസിനസ് ഹാവിങ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ട്, അതേ സെഗ്മെൻറ്റിൽ കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്ന കീവേഡുകളിൽ വർഷങ്ങളായിട്ട് കുറേ ബ്രാൻഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്യുന്നു, കുറേ ഗൂഗിൾ ആഡ്സ് വർക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒക്കെ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇല്ലാതെ, ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള SEO പേഴ്സൺ ഇല്ലാണ്ട് നിങ്ങളുടെ ബിസിനസ് ഒരു കാരണത്തിൽ ലിസ്റ്റ് ആവാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ദ തിങ് ആക്ച്വലി. ഒരാൾ ഇതുവരെ ആ ബിസിനസ് ചെയ്തിട്ടില്ല, ആ ബിസിനസ്സിനെ പറ്റി ഒരു ട്രാക്ഷനും ഗൂഗിളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ആവും. കാരണം ആ കണ്ടന്റ് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളുടെ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ ആക്ച്വലി. സോ ഇറ്റ്സ് വെരി ഈസി. അതൊന്നും ചെയ്തില്ല. കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് കുറച്ചുകൂടെ ഒരു പ്രോപ്പർലി ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്ത് വരും. അതല്ലാതെ കോമ്പറ്റീഷൻ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ടുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്താൽ മാത്രമേ ലിസ്റ്റിംഗ് കിട്ടുള്ളൂ.